Okay, students, ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഫസ്റ്റ് ചാപ്റ്റർ ആയ ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടർ. ഓക്കെ, വൺസ് അഗെയിൻ വെൽക്കം ടു മൈ ചാനൽ. ഐ എം സന്തോഷ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ഐക്കണും. ഓക്കെ, വാച്ച് ദി വീഡിയോ. ഇതിൽ ഫസ്റ്റ് നമുക്ക് അതിലെ മെയിൻ ടോപ്പിക്സ് ഏതൊക്കെയെന്ന് നോക്കാം. മെയിൻ ടോപ്പിക്സ്: 1. Data, information and knowledge. Second one, data processing. Third one, functional units of computer. Fourth one, characteristics of computer. Fifth one, number systems. Okay, ഇത്രയും ടോപ്പിക്സ് ആണ് ഈ ഒരു ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇതിൽ ഫസ്റ്റ് എലമെന്റ് ഡാറ്റയാണ്. എന്താണ് ഡാറ്റ എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഓക്കെ, data denotes raw facts and figures such as numbers, words, amount, etc. that can be processed. Okay, പ്രോസസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഫാക്ട്സ് അല്ലെങ്കിൽ ഫിഗേഴ്സ് എന്തായിരിക്കാം? നമ്പേഴ്സ് ആയിരിക്കാം, വേർഡ്സ് ആയിരിക്കാം, എമൗണ്ട് ആയിരിക്കാം. ഓക്കെ, നമ്പേഴ്സ് യൂസ് ചെയ്ത്, വേർഡ്സ് യൂസ് ചെയ്ത്, എമൗണ്ട് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? പ്രോസസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അത്തരം റോ മെറ്റീരിയൽസിനെ പറയുന്ന പേരാണ് ഡാറ്റ. സിംപ്ലി ഡാറ്റ ഈസ് എ റോ മെറ്റീരിയൽസ്. ഡാറ്റ എന്താണ്? റോ മെറ്റീരിയൽസ് ആണ്. എത്തരത്തിലുള്ള റോ മെറ്റീരിയൽസ്? നമ്പേഴ്സ് ആകാം, വേർഡ്സ് ആകാം, എമൗണ്ട് ആകാം. ഇത്തരത്തിലുള്ള റോ മെറ്റീരിയൽസിന് പറയുന്ന പേരാണ് ഡാറ്റ എന്ന്. ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിന്റ് ഇൻഫോർമേഷൻ ആണ്. എന്താണ് ഇൻഫോർമേഷൻ? ജസ്റ്റ് നോക്കാം. ദി മീനിങ്ഫുൾ പ്രോസസ്ഡ് ഡാറ്റ ഈസ് കാൾഡ് ഇൻഫോർമേഷൻ. അതായത് മീനിങ്ഫുൾ പ്രോസസ്ഡ് ഡാറ്റ, വളരെ കറക്റ്റായിട്ട് മീനിങ് ആയിട്ട് നമുക്ക് ഡാറ്റയെ പ്രോസസ്സ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അത്തരത്തിലുള്ള മീനിങ്ഫുള്ളായി ലഭിക്കുന്ന പ്രോസസ്ഡ് ഡാറ്റയെ പറയുന്ന പേരാണ് ഇൻഫോർമേഷൻ. വൺസ് അഗെയിൻ, ദി മീനിങ്ഫുൾ പ്രോസസ്ഡ് ഡാറ്റ ഈസ് കാൾഡ് ഇൻഫോർമേഷൻ. മീനിങ്ഫുൾ ആയിട്ടുള്ള പ്രോസസ്ഡ് ഡാറ്റയെ പറയുന്ന പേരാണ് ഇൻഫോർമേഷൻ. ഓക്കെ, താഴെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എന്താ നോക്കാം. 3 ഡാറ്റകളുണ്ട്. അലൻ വാക്ക്, 23 ആൻഡ് ഏജ്. ഇതിന് 3 ഡാറ്റകളാണ്. ഓക്കെ, അലൻ വാക്ക് തനിയെ നിൽക്കുമ്പോൾ എന്താണ്, എങ്ങനെയാണ് നമുക്ക് ഒരു ഐഡിയ ഇല്ല. ഓക്കെ, അതുപോലെ 23 എന്ന് തനിയെ നിൽക്കുമ്പോൾ നമുക്ക് എന്താണ് 23, വാക്കാണോ ഏജ് ആണോ അല്ലെങ്കിൽ മറ്റെന്താണോ നമുക്കൊന്നും അറിയില്ല. ഓക്കെ, ഏജ് തനിയെ നിൽക്കുമ്പോൾ എന്താണെന്ന് നമുക്ക് അറിയില്ല. ഓക്കെ, അങ്ങനെ തനിയെ നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് മീനിങ്ങോ വാല്യൂ ഇല്ലാത്ത എല്ലാറ്റിനും നമുക്ക് എന്ത് പറയാം? ഡാറ്റ എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്തരം റോ മെറ്റീരിയൽസിനെ നമുക്ക് എന്ത് ചെയ്യാം? പ്രോസസ്സ് ചെയ്യാം, അറേഞ്ച് ചെയ്യാം, മീനിങ്ഫുൾ ആയിട്ട് അറേഞ്ച് ചെയ്യാൻ സാധിക്കും. അതായിരിക്കും എന്ത്? ഇൻഫോർമേഷൻ. ഓക്കെ, ഇപ്പൊ ഈ മുകളിൽ തന്നിരിക്കുന്ന ഈ 3 ഡാറ്റയെ നമ്മൾ അറേഞ്ച് ചെയ്തു. അപ്പോൾ അതെന്തായി? ഒരു ഇൻഫോർമേഷൻ ആയി. ഓക്കെ, എങ്ങനെയാണ് ഈ 3 ഡാറ്റയിൽ നിന്ന് ഇൻഫോർമേഷൻ ക്രിയേറ്റ് ചെയ്തതെന്ന് ജസ്റ്റ് നോക്കാം. ഓക്കെ, താഴെ തന്നിട്ടുണ്ട് അലൻ വാക്കർ ഈസ് 23 years old. ഓക്കെ, അപ്പോൾ ഈ 3 ഡാറ്റയിൽ നിന്ന് നമുക്ക് മീനിങ്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ ലഭിച്ചു. ഓക്കെ, അപ്പോൾ അലൻ വാക്കർ ഈസ് 23 years old എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 ഡാറ്റയിൽ നിന്ന് ഉണ്ടാക്കിയ ഒരു പ്രോസസ്ഡ് ഇൻഫോർമേഷനാണ്. മീനിങ്ഫുൾ പ്രോസസ്ഡ് ഡാറ്റയാണ് എന്ത്? ഇൻഫോർമേഷൻ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഇൻഫോർമേഷൻ നമുക്ക് അവൈലബിൾ ആയി. ഏതിൽ നിന്ന്? ഇൻഡിവിജ്വലായി നിൽക്കുന്ന അലൻ വാക്കർ, ഇൻഡിവിജ്വലായി നിൽക്കുന്ന 23, ഇൻഡിവിജ്വലായി നിൽക്കുന്ന ഏജ്. അത് നമ്മൾ കറക്റ്റായിട്ട് ജോയിൻ ചെയ്യിച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ അവൈലബിൾ ആയി? ഇൻഫോർമേഷൻ ആയി കഴിഞ്ഞു. ഓക്കെ, ഇതാണ് ഇൻഫോർമേഷനും ഡാറ്റയും തമ്മിലുള്ള റിലേഷൻ. ഓക്കെ, അടുത്ത പോയിന്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ഡാറ്റ ആൻഡ് ഇൻഫോർമേഷൻ ആണ്. ഡാറ്റയും ഇൻഫോർമേഷൻ തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ജസ്റ്റ് നോക്കാം. ടാബിളിനകത്ത് കൊടുത്തിട്ടുണ്ട് ഡാറ്റ ആൻഡ് ഇൻഫോർമേഷൻ. ഓക്കെ, അതിൽ ഫസ്റ്റ് ഡാറ്റയിൽ കൊടുത്തിരിക്കുന്നത് റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ്. ഡാറ്റ എന്തായിരിക്കും? റോ ഫാക്ട്സ് ആയിരിക്കും അല്ലെങ്കിൽ ഫിഗേഴ്സ് ആയിരിക്കും. ഓക്കെ, ഇനി ഇൻഫോർമേഷൻ എന്തായിരിക്കും? പ്രോസസ്ഡ് ഡാറ്റ. പ്രോസസ്ഡ് ഡാറ്റ, ഡാറ്റയുടെ മേളിൽ പ്രോസസ്സ് കഴിഞ്ഞാൽ എന്തായത്? ഇൻഫോർമേഷൻ ആയി കഴിഞ്ഞു. ഓക്കെ, മറ്റൊന്ന് പറഞ്ഞിരിക്കുന്ന പോയിന്റ് സിമിലർ ടു റോ മെറ്റീരിയൽസ്. ഇത് എന്തിന് ഈക്വൽ ആണ്? സെയിം ആണ്, റോ മെറ്റീരിയൽസിന് ഈക്വൽ ആണ്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആണ്. ഓക്കെ,
ഒരു എക്സാമ്പിൾ താഴെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് കോഫി വേണം വിചാരിച്ചോളൂ. കോഫി ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് റോ മെറ്റീരിയൽസ് വേണം. കോഫി പൗഡർ വേണം, ഷുഗർ വേണം, മിൽക്ക് വേണം ആൻഡ് വാട്ടർ വേണം. ഇതൊക്കെ കോഫി ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽസ് ആണ്. ഓക്കെ, റോ മെറ്റീരിയൽസ് തനിയെ നിൽക്കുമ്പോൾ നമുക്ക് അതിന്റെ യൂസേജ് ഇല്ല. കോഫി തനിയെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. കോഫി പൗഡർ തനിയെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, ഷുഗർ നമുക്ക് തനിയെ യൂസ് ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, ഇതൊക്കെ കൂടെ നമുക്ക് പ്രോസസ്സ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഒരു ഫിനിഷ്ഡ് ഗുഡ്സ് കിട്ടും. ഓക്കെ, അതാണെന്ത്? കോഫി. ഓക്കെ, അപ്പോൾ അതാണ് സെക്കൻഡ് പോയിന്റ്. നെക്സ്റ്റ് പോയിന്റ് പറഞ്ഞിരിക്കുന്നത് കനോട്ട് ബി ഡയറക്ട്ലി യൂസ്ഡ്. റോ മെറ്റീരിയൽസ് നമുക്ക് തനിയെ ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, കോഫി പൗഡർ നമുക്ക് തനിയെ യൂസ് ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, കോഫി ഉണ്ടാക്കി കഴിക്കാനേ നമുക്ക് സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ റോ മെറ്റീരിയൽസ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, ഇനി അത് ഇൻഫോർമേഷൻ ആയി കഴിഞ്ഞാൽ എന്തായി? ആഡ് ടു നോളേജ്, നമ്മളെ നോളേജ് വർദ്ധിപ്പിക്കാനുള്ള ഒരു സോഴ്സ് ആയി കഴിഞ്ഞു. ഓക്കെ, അടുത്ത പോയിന്റ് പറഞ്ഞിരിക്കുന്നത് നോട്ട് ക്ലിയർ. റോ മെറ്റീരിയൽസ് എപ്പോഴും എന്തായിരിക്കില്ല? ക്ലിയർ ആവില്ല. ഓക്കെ, അതേസമയം ഇൻഫോർമേഷൻ എന്തായി? ക്ലിയർ ആൻഡ് മീനിങ് ഫുൾ. പ്രോസസ് കഴിഞ്ഞാൽ ഇൻഫോർമേഷനായി. ഇൻഫോർമേഷൻ തീർച്ചയായിട്ടും എന്തായിരിക്കും? ക്ലിയർ ആൻഡ് മീനിങ് ഫുൾ എലമെന്റ് ആയിരിക്കും. ഓക്കെ, ഇതാണ് ഡാറ്റയും ഇൻഫോർമേഷൻ തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ഡാറ്റ പ്രോസസ്സിംഗ് ആണ്. വാട്ട് യു മീൻ ബൈ ഡാറ്റ പ്രോസസ്സിംഗ്? എന്താണ് ഡാറ്റ പ്രോസസ്സിംഗ് എന്ന് ഡിസ്കസ് ചെയ്യാം. ദി ഓപ്പറേഷൻസ് ഓർ ആക്ടിവിറ്റീസ് ദാറ്റ് പെർഫോം ഓൺ ഡാറ്റ ടു ജനറേറ്റ് ഇൻഫോർമേഷൻ. ഇൻഫോർമേഷൻ ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി, അതായത് ഇൻഫോർമേഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഡാറ്റയുടെ മുകളിൽ നടത്തുന്ന ആക്ടിവിറ്റീസിന് പറയുന്ന പേരാണ് ഡാറ്റ പ്രോസസ്സിംഗ്. ഓക്കെ, വൺസ് അഗെയിൻ, ഇൻഫോർമേഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഡാറ്റയുടെ മുകളിൽ നടത്തുന്ന ഓപ്പറേഷന് പറയുന്ന പേരാണ് പ്രോസസ്സിംഗ്, ഡാറ്റ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, താഴെ ഒരു ഡയഗ്രം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ പ്രോസസ്സിംഗ് എന്നൊരു ഓപ്പറേഷൻ കൊടുത്തിട്ടുണ്ട്. ഈ ഓപ്പറേഷനിലേക്ക് ഡാറ്റ 1, ഡാറ്റ 2, ഡാറ്റ 3 ഡിഫറെൻറ്റ് ഡാറ്റാസ് എങ്ങോട്ട് സെൻഡ് ചെയ്യും? പ്രോസസ്സിംഗ് യൂണിറ്റിലേക്ക് സെൻഡ് ചെയ്യും. ഓക്കെ, പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായി? ഇൻഫോർമേഷൻ ആയി കഴിഞ്ഞു. ഓക്കെ, ഈ രീതിയിലാണ് ഡാറ്റ പ്രോസസ്സിംഗ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അടുത്ത സ്റ്റേജ് ഡാറ്റ പ്രോസസ്സിംഗ് ഫേസസ് ഓ ഡാറ്റ പ്രോസസ്സിംഗ് സ്റ്റെപ്സ്. ഓക്കെ, ഡാറ്റ പ്രോസസ് നമ്മൾ കീപ്പ് ചെയ്യേണ്ട, നമ്മൾ ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്സ് ഏതൊക്കെയെന്നാണ് അടുത്ത സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നോക്കാം. ഫസ്റ്റ് വൺ, ക്യാപ്ചറിങ് ഡാറ്റ ഓർ കളക്ഷൻ ഓഫ് ഡാറ്റ. സെക്കൻഡ് വൺ, ഇൻപുട്ടിംഗ് ഡാറ്റ. തേർഡ് വൺ, സ്റ്റോറിംഗ് ഡാറ്റ. ഫോർത്ത് വൺ, പ്രോസസ്സിംഗ് ഡാറ്റ. ഫിഫ്ത്ത് വൺ, ഔട്ട്പുട്ടിംഗ് ഡാറ്റ. ആൻഡ് സിക്സ്ത് വൺ, ഡിസ്ട്രിബ്യൂട്ടിംഗ് ഇൻഫോർമേഷൻ. ഓക്കെ, ഇത്രയും സ്റ്റെപ്സ് നമ്മൾ കീപ്പ് ചെയ്യണം ഒരു ഡാറ്റ പ്രോസസ് ചെയ്യുന്ന ടൈമിൽ. ഓക്കെ, ഇനി വൺ ബൈ വൺ ആയി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ്, ക്യാപ്ചറിങ് ഡാറ്റ ഓർ കളക്ടിങ് ഡാറ്റ ആണ്. ഓക്കെ, നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം ആദ്യം. ഓക്കെ, സപ്പോസ് യുവർ ക്ലാസ് ടീച്ചർ ആസ്ക് യു ടു പ്രിപ്പയർ ദി റാങ്ക് ലിസ്റ്റ് ഓഫ് യുവർ ക്ലാസ്. നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികളുടെ റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ നിങ്ങളോട് ക്ലാസ് ടീച്ചർ പറയുകയാണ്. ഓക്കെ, അപ്പം നമ്മൾ ചെയ്യേണ്ട ആക്ടിവിറ്റീസ് എന്താണെന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ആക്ടിവിറ്റി ക്യാപ്ചറിങ് ഡാറ്റയാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ മനസ്സിലായി കാണുമല്ലോ. നിങ്ങളുടെ ക്ലാസ് ടീച്ചർ നിങ്ങളോട് ക്ലാസ്സിലെ കുട്ടികളുടെ റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞു. അപ്പം നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഏതൊക്കെയെന്ന് ഇതിലൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ക്യാപ്ചറിങ് ഡാറ്റയാണ്. അപ്പോൾ എന്താണ് ക്യാപ്ചറിങ് ഡാറ്റ ആദ്യം നോക്കാം. ദി പ്രോസസ് ഓഫ് കളക്ടിങ് ഡാറ്റ ഫ്രം ദി വേൾഡ്. സിസ്റ്റത്തിന് പുറമേ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഡാറ്റയെ കളക്ട് ചെയ്യുക, അതാണ് ക്യാപ്ചറിങ് ഡാറ്റ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ എക്സാമിലേക്ക് പോകുമ്പോൾ കളക്ട് ദി ഓൾ മാർക്സ് ഫ്രം സ്റ്റുഡൻസ്. നമ്മൾക്ക് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ആ ക്വസ്റ്റ്യനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ക്യാപ്ചറിങ് ഡാറ്റ എന്താണെന്ന് നോക്കാം. നമ്മൾ ആദ്യം എന്താ ചെയ്യുക? കളക്ട് ദി ഓൾ മാർക്സ് ഫ്രം ദി സ്റ്റുഡൻസ്. സ്റ്റുഡൻസിൽ നിന്ന് എല്ലാ മാർക്സും നമ്മൾ കളക്ട് ചെയ്യും. ദാറ്റ് ഈസ് കാൾഡ് ക്യാപ്ചറിങ് ഡാറ്റ. ഓക്കെ, നെക്സ്റ്റ് വൺ ഇൻപുട്ടിംഗ് ഡാറ്റയാണ്. ഓക്കെ, എന്താണ് ഇൻപുട്ടിംഗ് ഡാറ്റ എന്ന് നോക്കാം. ആഫ്റ്റർ കളക്ഷൻ ഓഫ് ഡാറ്റ, ഡാറ്റ കളക്ട് ചെയ്തതിനു ശേഷം ദാറ്റ് വിൽ ബി എൻ്റർ ഇൻ ടു ദി സിസ്റ്റം ഫോർ പ്രോസസ്സിംഗ്. കളക്ട് ചെയ്ത ഡാറ്റ നമ്മൾ സിസ്റ്റത്തിലേക്ക് എൻ്റർ ചെയ്യണം ഫോർ പ്രോസസ്സിംഗ്. പ്രോസസ്സിങ്ങിന് വേണ്ടി സിസ്റ്റത്തിനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം? എൻ്റർ ചെയ്യണം. ഇതിനൊക്കെ പറയുന്നത് ഇൻപുട്ടിംഗ് ഡാറ്റ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എക്സാമ്പിളിലൂടെ നോക്കാം. റൈറ്റ് ദി
marks into a notebook using pen or pencil. നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റ കുട്ടികൾ ചോദിക്കുന്ന ടൈമിൽ നമ്മൾ എന്ത് ചെയ്യും? നോട്ട്ബുക്ക് എടുത്ത് പെൻസിൽ എടുത്ത് അല്ലെങ്കിൽ പാൻ എടുത്തിട്ട് നോട്ട്ബുക്കിലേക്ക് റൈറ്റ് ചെയ്യും. അവിടെ ഇൻപുട്ടായിട്ട് നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? ഇൻപുട്ട് യൂണിറ്റ് ആയിട്ട് എന്താ യൂസ് ചെയ്യുന്നത്? പെൻസിൽ അല്ലെങ്കിൽ പെൻ യൂസ് ചെയ്തിട്ട് നമ്മൾ നോട്ട്ബുക്കിലേക്ക് പകർത്തുന്നു. ഓക്കെ, അതിന് നമുക്ക് എന്താണ് ഇൻപുട്ടിങ് ഡാറ്റ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബുക്കിലേക്ക് നമ്മൾ കുട്ടിയുടെ മാർക്ക് 1 by 1 ആയിട്ട് എഴുതി വെക്കുകയാണ്. ദാറ്റ് ഇസ് കാൾഡ് ഇൻപുട്ടിങ് ഡാറ്റ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റോറിംഗ് ഡാറ്റയാണ്. എന്താണ് സ്റ്റോറിംഗ് ഡാറ്റ? ദി ഇൻകമിംഗ് ഡാറ്റ മസ്റ്റ് ബി സ്റ്റോർഡ് ഇൻ ദി സിസ്റ്റം. നമുക്ക് കിട്ടുന്ന ഡാറ്റ തീർച്ചയായിട്ടും പ്രോസസ്സിന് വേണ്ടി സിസ്റ്റത്തിൽ സ്റ്റോർ ചെയ്യണം. ഓക്കെ, അതിനെ പറയുന്നതാണ് സ്റ്റോറിംഗ് ഡാറ്റ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എക്സാമ്പിൾ പോകുമ്പോൾ നമുക്ക് നോക്കാം. ദി മാർക്സ് ആൻഡ് നെയിം ഓഫ് സ്റ്റുഡൻറ് സ്റ്റോർഡ് ഇൻ ദി നോട്ട്ബുക്ക്. കുട്ടികളുടെ മാർക്കും അവരുടെ പേരും നമ്മൾ നോട്ട്ബുക്കിൽ എന്ത് ചെയ്യും? സ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കും 1 by 1 ആയിട്ട്. ഓക്കെ, ദാറ്റ് ഇസ് കാൾഡ് സ്റ്റോറിംഗ് ഡാറ്റ. ഓക്കെ, അടുത്ത സെക്ഷൻ പ്രോസസ്സിംഗ് ഡാറ്റയാണ്. എന്താണ് പ്രോസസ്സിംഗ് ഡാറ്റ നോക്കാം. ദി ഓപ്പറേഷൻസ് ദാറ്റ് ടേക്സ് പ്ലേസ് ഓൺ ദി ഡാറ്റ ടു പ്രൊഡ്യൂസ് ദി ഇൻഫോർമേഷൻ. ഇൻഫോർമേഷൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഡാറ്റയുടെ മുകളിൽ ഒരുപാട് ഓപ്പറേഷൻസ് ഉണ്ടായിരിക്കും. എന്ന് പറയുന്നതാണ് പ്രോസസ്സിംഗ് ഡാറ്റ എന്ന് പറയുന്നത്. വൺസ് അഗെയിൻ, ഇൻഫോർമേഷൻ പ്രൊഡ്യൂസ് ചെയ്തതിന് വേണ്ടി ഡാറ്റയുടെ മുകളിൽ നമുക്ക് ധാരാളം ഓപ്പറേഷൻസ് വേണ്ടി വരും. ഇത്ര ഓപ്പറേഷൻ പറയുന്ന പേരാണ് പ്രോസസ്സിംഗ് ഡാറ്റ എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾ വെച്ച് നോക്കുമ്പോൾ then you must be take some operations such as adding, subtracting and comparing the marks. കിട്ടിയ മാർക്കിൻ്റെ മുകളിൽ നമ്മൾ ഓപ്പറേഷൻ ചെയ്യണം. എന്തായിരിക്കാം? ആഡിങ് ആയിരിക്കാം, സബ്ട്രാക്റ്റിംഗ് ആയിരിക്കാം ആൻഡ് കമ്പയറിങ് ആയിരിക്കാം. ഇത്രയും ഓപ്പറേഷൻസ് ഒക്കെ നമുക്ക് എന്തിൻ്റെ മുകളിൽ ചെയ്യണം? കിട്ടിയ ഡാറ്റയുടെ മുകളിൽ ചെയ്യണം. ഓക്കെ, അത്തരം വാക്കിന് പറയുന്ന പേരാണ് പ്രോസസ്സിംഗ് ഡാറ്റ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഔട്ട്പുട്ടിംഗ് ഇൻഫോർമേഷൻ. അപ്പോൾ നമുക്ക് ഡാറ്റയുടെ മുകളിൽ ഓപ്പറേഷൻ പെർഫോം ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ടായിരിക്കും? ഇൻഫോർമേഷൻ കിട്ടിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, ദാറ്റ് ഇസ് കാൾഡ് റിസൾട്ട്. ദി റിസൾട്ട് ഓർ ഇൻഫോർമേഷൻ മസ്റ്റ് ബി പ്രൊഡ്യൂസ്ഡ് ഫോർ ഹ്യൂമൻ റീഡബിൾ ഫോം. സിസ്റ്റത്തിനകത്തുള്ള ഡാറ്റ നമുക്ക് റീഡ് ചെയ്യാൻ കഴിയില്ല ഡയറക്റ്റ് ആയിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് ഹ്യൂമൻ റീഡബിൾ ഫോമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അതിന് പറയുന്നതാണ് ഔട്ട്പുട്ടിംഗ് ഇൻഫോർമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾ വെച്ച് നോക്കുമ്പോൾ ദി ഫൈനൽ റിസൾട്ട് മസ്റ്റ് ബി പ്രിപ്പയർ ആസ് എൻ ഔട്ട്പുട്ട്. നമുക്ക് കിട്ടിയ കുട്ടികളുടെ മാർക്ക് ബേസ് ചെയ്തിട്ട് നമ്മൾ റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം? ഔട്ട്പുട്ടായിട്ട് പ്രൊഡ്യൂസ് ചെയ്യണം. ഓക്കെ, ഇതാണ് ദി ഫൈനൽ റിസൾട്ട് മസ്റ്റ് ബി പ്രിപ്പയർഡ് ആസ് എൻ ഔട്ട്പുട്ട്. ലാസ്റ്റ് കിട്ടിയ റിസൾട്ട് ഫൈനൽ റിസൾട്ടായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്രിപ്പയർ ചെയ്തിരിക്കണം. ഓക്കെ, ദെൻ ഡിസ്ട്രിബ്യൂട്ടിംഗ് ഇൻഫോർമേഷൻ. ദി ഇൻഫോർമേഷൻ മസ്റ്റ് ബി ഡിസ്ട്രിബ്യൂട്ട് ഫോർ ദി ടേക്കിംഗ് ഡിസിഷൻസ്. ഇൻഫോർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെടുക്കാൻ പറ്റുള്ളൂ? തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും കിട്ടുന്ന ഇൻഫോർമേഷൻ നമ്മൾ എന്ത് ചെയ്യണം? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഓക്കെ, എക്സാമ്പിൾ വെച്ച് നോക്കുമ്പോൾ ദി സബ്മിറ്റ് ദി ഫൈനൽ റിസൾട്ട് ടു ദി ടീച്ചർ. ടീച്ചർ നമ്മൾ പറഞ്ഞതാണ് റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക. തീർച്ചയായിട്ടും റിസൾട്ട് ആർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം? ടീച്ചർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഓക്കെ, ഇത്രയും സ്റ്റെപ്സ് നമ്മൾ ഡാറ്റ പ്രോസസ്സിങ്ങിൽ കീപ്പ് ചെയ്തിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിൻ്റെ ഫങ്ഷണൽ യൂണിറ്റ്സ് ഏതൊക്കെയാണെന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. ദി ബേസിക് ഫങ്ഷണൽ യൂണിറ്റ്സ് വാസ് പ്രപ്പോസ്ഡ് ബൈ മിസ്റ്റർ ജോൺ വോൺ ന്യൂമാൻ, വാസ് എ മാത്തമാറ്റീഷ്യൻ ആൻഡ് എ കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റ്. കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റും അതുപോലെ മാത്തമാറ്റീഷ്യനായ മിസ്റ്റർ ജോൺ വോൺ ന്യൂമാൻ ആണ് നമ്മളിപ്പം യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടറിൻ്റെ ഫങ്ഷണൽ യൂണിറ്റ്സ് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അത് പ്രകാരം ഇത്ര യൂണിറ്റ്സ് ഉണ്ടായിരിക്കും ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്. ഫസ്റ്റ് വൺ സ്റ്റോറേജ് യൂണിറ്റ്, സെക്കൻഡ് വൺ കൺട്രോൾ യൂണിറ്റ്, തേർഡ് വൺ അത്തമാറ്റിക് ലോജിക് യൂണിറ്റ്, നെക്സ്റ്റ് വൺ രജിസ്റ്റേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് ഇൻപുട്ട് യൂണിറ്റ് ആൻഡ് ഔട്ട്പുട്ട് യൂണിറ്റ്. ഓക്കെ, ടോട്ടൽ ഒരു സ്ക്വയർ ഉണ്ട്. സ്ക്വയറിനെ പറയുന്ന പേരാണ് CPU, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. ഇതാണ് ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റം. ഓക്കെ, ഇനി 1 by 1 ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിൽ ഫസ്റ്റ് ആണ് ഇൻപുട്ട് യൂണിറ്റ് ആണ്. എന്താണ് ഇൻപുട്ട് യൂണിറ്റ്? ദി കളക്റ്റഡ് ഡാറ്റ വിൽ ബി ഇൻപുട്ട് ഇൻ ടു സിസ്റ്റം യൂസിങ് എനി ഇൻപുട്ട് ഡിവൈസ് സച്ച് എസ് കീബോർഡ്, മൗസ്, സ്കാനർ, മൈക്ക്, ഡിജിറ്റൽ ക്യാമറ എക്സെട്ര. അതായത് ഇൻപുട്ട് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ പുറമേ നിന്ന് ഡാറ്റ നമുക്ക് സിസ്റ്റത്തിലേക്ക് എൻ്റർ ചെയ്യണം, ഇൻപുട്ട് ചെയ്യണം. അങ്ങനെ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന എല്ലാ ഡിവൈസുകളും ഇൻപുട്ട് യൂണിറ്റ്സ് എന്ന നെയിമിൽ അറിയപ്പെടും. ഓക്കെ, ഇപ്പോൾ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻപുട്ട് യൂണിറ്റ്സ് അല്ലെങ്കിൽ ഇൻപുട്ട് ഡിവൈസസ്
കീബോർഡ്, മൗസ്, സ്കാനർ, മൈക്ക്, ഡിജിറ്റൽ ക്യാമറ, ഇതെല്ലാം എന്താണ്? ഇൻപുട്ട് യൂണിറ്റ്സ് ആണ്. ഇൻപുട്ടായിട്ട് നമുക്ക് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ നമുക്ക് വേണ്ട ടെക്സ്റ്റ് ആയിരിക്കും ഇൻപുട്ട് ചെയ്യേണ്ടത്, ചിലപ്പോൾ നമുക്ക് ഇമേജസ് ഇൻപുട്ടായി കൊടുക്കേണ്ടി വരും, ചിലപ്പോൾ നമുക്ക് വോയിസ് ഇൻപുട്ടായി കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഓരോ ഡിഫറെൻറ്റ് ഇൻപുട്ടിനും ഡിഫറെൻറ്റ് യൂണിറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഡിഫറെൻറ്റ് ഡിവൈസസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും ഡിവൈസ് മുഴുവൻ എന്തായിരിക്കും? ഇൻപുട്ട് യൂണിറ്റ് എന്ന കാറ്റഗറിയിൽ വരുന്നതാണ്. ഓക്കെ, ഇനി ദി മെയിൻ ആക്ടിവിറ്റി ഓഫ് ഇൻപുട്ട് യൂണിറ്റ്സ്. ഇൻപുട്ട് യൂണിറ്റ്സിൻ്റെ മെയിൻ ആക്ടിവിറ്റി എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ഫസ്റ്റ് വൺ, ആക്സെപ്റ്റ് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഡാറ്റ ഫ്രം ദി ഔട്ട്സൈഡ് ഓഫ് ദി വേൾഡ്. പുറമേന്ന്, സിസ്റ്റത്തിൻ്റെ പുറമേന്ന് ഇൻസ്ട്രക്ഷനെയും ഡാറ്റയും ആക്സെപ്റ്റ് ചെയ്യുക. അതാണ് ഫസ്റ്റ് ഫങ്ഷൻ, ഫസ്റ്റ് ആക്ടിവിറ്റി, ഇൻപുട്ട് യൂണിറ്റിൻ്റെ ഫസ്റ്റ് ആക്ടിവിറ്റി. ഓക്കെ, സെക്കൻഡ്, കൺവേർട്ട് ദീസ് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഡാറ്റ ഇൻ ടു കമ്പ്യൂട്ടർ റീഡബിൾ ഫോം. ഓക്കെ, ഇത്തരത്തിലുള്ള ഡാറ്റ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് ഒരിക്കലും കമ്പ്യൂട്ടറിന് ഡയറക്റ്റായി റീഡ് ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, അങ്ങനെ കമ്പ്യൂട്ടറിന് റീഡ് ചെയ്യുന്ന രീതിയിൽ ആ ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യും ഈ ഇൻപുട്ട് ഡിവൈസുകൾ അല്ലെങ്കിൽ ഇൻപുട്ട് യൂണിറ്റ്സ്. അപ്പോൾ സെക്കൻഡ് ഓപ്പറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ഡാറ്റ കമ്പ്യൂട്ടർ റീഡർ ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, അതാര് ചെയ്യും? ഇൻപുട്ട് യൂണിറ്റ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് വൺ, സപ്ലൈസ് ദി കൺവേർട്ടഡ് ഇൻസ്ട്രക്ഷൻ ആൻഡ് ഡാറ്റ ടു ദി പ്രോസസ്സർ. കൺവേർട്ട് ചെയ്ത ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ് പ്രോസസ്സിന് വേണ്ടി പ്രോസസ്സറിലേക്ക് സപ്ലൈ ചെയ്യാം. ഇതും ആര് ചെയ്യും? ഇൻപുട്ട് യൂണിറ്റ് ചെയ്യും. അപ്പോൾ ഇൻപുട്ട് യൂണിറ്റിൻ്റെ 3 ആക്ടിവിറ്റീസ്. ഒന്ന്, ഫസ്റ്റ് വൺ, ആക്സെപ്റ്റ് ഇൻസ്ട്രക്ഷൻ ആൻഡ് data from the outside of the world. Second one, convert these instructions and data into computer readable form. Third one, supplies these converted instructions and data to the processor. Okay, ഇത്രയും ആക്ടിവിറ്റിയാണ് ആര് ചെയ്യുന്നത്? ഇൻപുട്ട് യൂണിറ്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ്. അടുത്ത മെയിൻ യൂണിറ്റ് ആണ് CPU, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. ഓക്കെ, ഇറ്റ് ഈസ് ദി ബ്രെയിൻ ഓഫ് ദി കമ്പ്യൂട്ടർ. നമുക്കറിയാം CPU എപ്പോഴും അറിയപ്പെടുന്നതാണെന്ത്? ബ്രെയിൻ ഓഫ് കമ്പ്യൂട്ടർ. And all computations are performed here. കമ്പ്യൂട്ടറിനകത്തുള്ള എല്ലാ ഓപ്പറേഷൻസും പെർഫോം ചെയ്യുന്ന എവിടെയാണ്? ഈ CPU എന്ന ഏരിയക്കകത്താണ്. ഓക്കെ, ദി മെയിൻ എലമെന്റ്സ് ഓഫ് CPU ആർ ALU, അരിത്തമാറ്റിക് ലോജിക് യൂണിറ്റ്, CU, കൺട്രോൾ യൂണിറ്റ്, ആൻഡ് രജിസ്റ്റേഴ്സ്. ഇത്രയും എലമെന്റ്സ് ആയിരിക്കും എവിടെ ഉണ്ടായിരിക്കുക? ഒരു CPU-നകത്ത് ഉണ്ടായിരിക്കുക. ഓക്കെ, ALU എന്താ നോക്കാം? അരിത്തമാറ്റിക് ലോജിക് യൂണിറ്റ്. It perform all calculations and logical operations such as comparison and decision making. Comparison പോലെ അല്ലെങ്കിൽ ഡിസിഷൻ പോലുള്ള ഓപ്പറേഷൻസ് ആണ് എവിടെ പെർഫോം ചെയ്യുന്നത്? അരിത്തമാറ്റിക് ലോജിക് യൂണിറ്റിൽ പെർഫോം ചെയ്യുന്നത്. ഓക്കെ, CU, it coordinates all functional units in the CPU. CPU-നകത്ത് വരുന്ന എല്ലാ ഫങ്ഷണൽ യൂണിറ്റ്സിനെയും കോർഡിനേറ്റ് ചെയ്യാണ് ആര് ചെയ്യുന്നത്? കൺട്രോൾ യൂണിറ്റ് ചെയ്യുന്നത്. Registers. These are temporary storage elements that speed up the CPU operation. Registers എന്ന് പറഞ്ഞാൽ ഒരു temporary high fast internal memory ആണ് registers. Okay, that speed up the CPU operation. CPU operation speed up ചെയ്യാനാണ് ആര് ഹെൽപ്പ് ചെയ്യുന്നത്? registers ഹെൽപ്പ് ചെയ്യുന്നത്. Okay. Okay, next point, storage unit ആണ്. The incoming data and instructions must be stored inside the system, and after the process the information also stored inside the system. Okay, അതായത് സിസ്റ്റത്തിനകത്തേക്ക് വരുന്ന ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ് മസ്റ്റ് ആയിട്ട് നമുക്ക് സിസ്റ്റത്തിനകത്ത് സ്റ്റോർ ചെയ്യണം. എന്തിനു വേണ്ടി? പ്രോസസ്സിന് വേണ്ടി. ഓക്കെ, ആഫ്റ്റർ ദി പ്രോസസ് ദി ഡാറ്റ വിൽ ബിക്കം ആസ് ഇൻഫോർമേഷൻ. പ്രോസസ്സിന് ശേഷം ഇത്തരം ഡാറ്റകൾ എന്തായി തീരും? ഇൻഫോർമേഷൻ ആയി തീരും. ആ ഇൻഫോർമേഷൻ നമുക്ക് എവിടെ സ്റ്റോർ ചെയ്യണം? സിസ്റ്റത്തിനകത്ത് സ്റ്റോർ ചെയ്യണം. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എന്ത് വേണം? സ്റ്റോർ ചെയ്യാൻ സ്റ്റോറേജ് യൂണിറ്റ് വേണം. ഓക്കെ, ദി സ്റ്റോറേജ് യൂണിറ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു പ്രൈമറി സ്റ്റോറേജ് ആൻഡ് സെക്കൻഡറി സ്റ്റോറേജ്. സ്റ്റോറേജ് യൂണിറ്റ് നമുക്ക് മെയിനായിട്ട് രണ്ടായി കാറ്റഗറൈസ് ചെയ്യാം: പ്രൈമറി സ്റ്റോറേജ് ആൻഡ് സെക്കൻഡറി സ്റ്റോറേജ്. ഓക്കെ, അല്ലെ ഫസ്റ്റ് വൺ പ്രൈമറി സ്റ്റോറേജ്. എന്താണ് പ്രൈമറി സ്റ്റോറേജ് നോക്കാം. ഇറ്റ് ഇസ് ആൾസോ നോൺ ആസ് മെയിൻ മെമ്മറി ഓർ ടെമ്പററി മെമ്മറി. പ്രൈമറി മെമ്മറി നമ്മൾ കോമൺ ആയി അറിയപ്പെടുന്നത് മെയിൻ മെമ്മറി അല്ലെങ്കിൽ temporary memory എന്നാണ്. Okay, and it can be also classified into 2 types, RAM and ROM. Okay, RAM means random access memory.
and is a read and write memory. It is a read and write memory. ROM, read-only memory. It contains the instructions of startup procedure of the system. സിസ്റ്റത്തിന് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് റോം നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇതിലെയാണ് പ്രൈമറി സ്റ്റോറേജിനകത്ത് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് സെക്കൻഡറി സ്റ്റോറേജ് ആണ്. സെക്കൻഡറി സ്റ്റോറേജ് ഇത് ആൾസോ നോൺ ആസ് ആക്സിലറി സ്റ്റോറേജ് ഓർ പെർമനന്റ് സ്റ്റോറേജ്. സ്ഥിരമായി നിൽക്കുന്ന സ്റ്റോറേജ് ആണ് സെക്കൻഡറി സ്റ്റോറേജ്. ഇറ്റ് ക്യാൻ സ്റ്റോർ ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ ആൻഡ് ഇൻഫോർമേഷൻ ഫോർ ഫ്യൂച്ചേഴ്സ്. സെക്കൻഡറി സ്റ്റോറേജ് നമുക്ക് ഒരുപാട് എമൗണ്ട് ഓഫ് ഡാറ്റ അത് ഫോർ ഫ്യൂച്ചർ യൂസിന്, ഭാവി കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതിനകത്ത് വരുന്നത് HDD, CDs, ഹാർഡ് ഡിസ്ക്, CD, DVD ഒക്കെ സെക്കൻഡറി സ്റ്റോറേജ് കാറ്റഗറിക്കകത്ത് വരുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ഔട്ട്പുട്ട് യൂണിറ്റ് ആണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ടേക്ക് ദി ഔട്ട്പുട്ട് ഫ്രം ദി സിസ്റ്റം ഇൻ ഹ്യൂമൻ റീഡബിൾ ഫോം. അതായത് സിസ്റ്റത്തിന്റെ പ്രോസസ്സിന് ശേഷം ഇൻഫോർമേഷൻ കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇത്തരം ഇൻഫോർമേഷൻ ഹ്യൂമൻ ഡയറക്റ്റ് ആയിട്ട് റീഡ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഹ്യൂമൻ റീഡ് ചെയ്യാൻ പറ്റുന്ന ഹ്യൂമൻ റീഡബിൾ ഫോർമാറ്റിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യണം. അതിന് വേണ്ടി യൂസ് ചെയ്യാണ് ഔട്ട്പുട്ട് യൂണിറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഔട്ട്പുട്ട് യൂണിറ്റിന്റെ മെയിൻ ആക്ടിവിറ്റീസ് എന്തൊക്കെ നോക്കാം. റിസീവിംഗ് ദി റിസൾട്ട് ഫ്രം ദി CPU. CPU നിന്ന് റിസൾട്ടിനെ റിസീവ് ചെയ്യുന്നു. ഓക്കെ, കൺവേർട്ട് ദി റിസൾട്ട് ഇൻ ടു ഹ്യൂമൻ റീഡബിൾ ഫോം. അത്തരം റിസൾട്ടിനെ ഹ്യൂമൻ റീഡബിൾ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ആൻഡ് സപ്ലൈസ് ദി റിസൾട്ട് ടു ദി ഔട്ട്സൈഡ് ഓഫ് ദി വേൾഡ്. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള ആളുകൾക്ക് റിസൾട്ടായിട്ട് അത് സപ്ലൈ ചെയ്യപ്പെടുന്നു. ഓക്കെ, ഇതിനാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ഔട്ട്പുട്ട് യൂണിറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ നെക്സ്റ്റ് കാറ്റഗറീസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്. കമ്പ്യൂട്ടേഴ്സിൻ്റെ കാറ്റഗറീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അഡ്വാൻറ്റേജസ് ഉണ്ട്, ലിമിറ്റേഷൻസ് ഉണ്ട്. അഡ്വാൻറ്റേജ് സ്പീഡ്. ദി കമ്പ്യൂട്ടർ ക്യാൻ ഡു എനിത്തിങ് ഇൻ എ മിനിറ്റ്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഒരുപാട് വർക്കുകൾ ആർക്കൊണ്ട് ചെയ്യാൻ പറ്റും, കമ്പ്യൂട്ടറിനെ കൊണ്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ദെൻ ലാക്ക് ഓഫ് IQ. ലിമിറ്റേഷനിൽ ലാക്ക് ഓഫ് IQ ആസ് നോട്ട് നാച്ചുറൽ ഇൻ്റലിജൻസ്. എന്തില്ല, ഒരു നാച്ചുറൽ ഇൻ്റലിജൻസ് ആർക്കില്ല, സിസ്റ്റത്തിനില്ല. ഓക്കെ, നെക്സ്റ്റ് അക്യുറസി. ക്യാൻ റെഡ്യൂസ് ദി എറേഴ്സ്. ഹ്യൂമൻ ബീയിങ്സ് ചെയ്യുന്നതിനേക്കാളും ഒരുപാട് എറേഴ്സ് റെഡ്യൂസ് ചെയ്തിട്ട് ആർക്ക് ചെയ്യാൻ സാധിക്കും, സിസ്റ്റത്തിന് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് അക്യുറസി കൂടുതലായിരിക്കും. ലാക്ക് ഓഫ് ഡിസിഷൻ മേക്കിംഗ് പവർ. കമ്പ്യൂട്ടർ തനിയെ ഒരു തീരുമാനം എടുക്കാനുള്ള കപ്പാസിറ്റി ആർക്കില്ല, സിസ്റ്റത്തിനില്ല. ഓക്കെ, ഡെലിജൻസ്. ക്യാൻ പെർഫോം ആസ് ലോങ് ടൈം. എത്ര ടൈം വേണമെങ്കിലും സിസ്റ്റം, കമ്പ്യൂട്ടർ സിസ്റ്റം പെർഫോം ചെയ്തോളൂ. ഓക്കെ, വെർസാറ്റിലിറ്റി. ക്യാൻ പെർഫോം മെനി ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഓപ്പറേഷൻ. ഒരേ സമയം ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്പ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് ആർക്ക് ചെയ്യാൻ സാധിക്കും, കമ്പ്യൂട്ടർ സിസ്റ്റത്തിന് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ദാറ്റ് ഈസ് കാൾഡ് വെർസാറ്റിലിറ്റി. ഓക്കെ, നെക്സ്റ്റ് ഹ്യൂജ് മെമ്മറി. നമ്മളെക്കാളും ഒരുപാട് മെമ്മറി, സ്റ്റോറേജ് ലൊക്കേഷൻ, സ്റ്റോറേജ് ഏരിയ ആർക്കുണ്ടായിരിക്കും, സിസ്റ്റത്തിനുണ്ടായിരിക്കും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.